Good morning, friends. It's me, Sadija. Welcome back to my channel, Art with Sadija. അവിടെ ഈ മഴയൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിടക്കുകയാണ്. ഈ ഡിസംബറിൽ എന്താ ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ച സമയത്താണ് ഡിസംബറിലൊരു 10 days ആർട്ട്മസ് ചലഞ്ച് എന്ന് പറഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ക്രിസ്മസ് തീമിലുള്ള ഒരു 10 പടം അത് എങ്ങനെ ചെയ്യാമെന്നായിരുന്നു അതിന് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അതിനുശേഷം അത്യാവശ്യം കുറച്ച് റെഫറൻസൊക്കെ ഞാൻ നെറ്റിൽ നോക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻട്രസ്റ്റാണ് മെയിനായിട്ട് ഞാൻ ഒരു റെഫറൻസ് എടുക്കണം കേട്ടോ. അത് ഒരുപാട് കുറേ നല്ല അടിപൊളിയായിട്ടുള്ള പടങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം ഇഷ്ടമുള്ള കുറച്ച് തീംസൊക്കെ ഞാൻ എടുത്തു. എന്നിട്ട് ഞാനിങ്ങനെ പയ്യെ വരയ്ക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതിനകത്തൊരു 10 ആണ് എടുത്തു വെച്ചത്. അതിൽ ക്രിസ്മസ് റിലേറ്റഡ് അല്ല ക്രിസ്മസ് റീത്ത് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് സ്നോമാൻ ഉണ്ടായിരുന്നു, പിന്നെ ജിഞ്ചർ ബ്രെഡ് മാൻ, പിന്നെ ക്രിസ്മസ് ഹൗസ് അല്ല ക്രിസ്മസ് ഹൗസാണ് നമ്മുടെ സ്നോ ഹൗസ്, അതും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ക്രിസ്മസ് കാർഡ് ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റിലെ തന്നെ ആദ്യം ഇതിനകത്തൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന വിൻ്റർ ഫൊളിയേജ് അത് കുറച്ച് ആദ്യം തന്നെ ചെയ്തു വെച്ചു. അതിന് ശേഷമാണ് ഞാൻ ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങിയത്. അതൊരു ഫസ്റ്റ് തന്നെ ഒരു 8 ഞാൻ ആദ്യം തന്നെ ഞാൻ വെച്ചിരുന്നു. 8 വരച്ച് വെച്ച ശേഷം ഓരോന്നായിട്ട് ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യായിരുന്നു. അപ്പോൾ ഈ മാസം ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ആ 10 എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റായിട്ട് ചെയ്ത കേട്ടോ ക്രിസ്മസ് റീത്ത്. അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് വാട്ടർ കളറിൽ തന്നെയാണ് കേട്ടോ. ജിഞ്ചർ ബ്രെഡ് മാനും എല്ലാം വേറെ മീഡിയം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്ത് കുറച്ച് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, മറ്റേ മാസ്കിങ് ഫ്ലൂയിഡൊക്കെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. എനിക്കത് ഇഷ്ടമായി, നല്ല ക്യൂട്ടായിട്ട് ഇരിപ്പുണ്ട്, എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ 10 ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കാണണമെങ്കിൽ അതിലൊരു പ്ലേലിസ്റ്റ് പോലെ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് പോയി ഓരോന്ന് കണ്ടിട്ട് വരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് വരച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റിലത്തെ ആദ്യം എടുക്കണം. ആദ്യം ഓരോ എലമെൻറ്റ്സ് ആയിട്ടുള്ളതാണ്, ആ ക്രിസ്മസ് എലമെൻറ്റ്സ് ആദ്യം എടുക്കണം. അതിൽ ഓരോന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് ഇതിലേക്ക് വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. മാസ്കിങ് ഫ്ലൂയിഡ് എടുത്ത് മാറ്റണതാണ്, അത് ഇത്തിരി പണിയായിട്ട് തോന്നിയത്. പക്ഷേ എനിക്കിഷ്ടമായി. നമുക്ക് കുറച്ചുകൂടിയൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മീഡിയം ആണ് ഈ മാസ്കിങ് ഫ്ലൂയിഡ്. മെറ്റീരിയലാണ് മാസ്കിങ് ഫ്ലൂയിഡ്.
കഴിഞ്ഞിട്ട് ഞങ്ങൾ ആക്ച്വലി ഒരു ക്രിസ്മസ് ട്രീ വാങ്ങാമെന്നിങ്ങനെ വിചാരിച്ച് ഞങ്ങൾ മെട്രോയിലേക്ക് പോയേ. അവിടെ ചെന്നിട്ട് നല്ലൊരു വലിയ സൈസല്ല, ഒരു മീഡിയം സൈസ് ഞങ്ങൾ നോക്കിയിട്ട് ഇത്തിരി വിലയും വലിയ അഫോർഡബിൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങളത് ഒരെണ്ണം വാങ്ങി. അവിടെ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിട്ടോ. പിന്നെ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് അവിടെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒത്തിരി ടൈപ്പ് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു കൊള്ളാവുന്ന ഒരു സെറ്റ് എടുത്തു. കുട്ടികൾക്ക് രണ്ടുപേർക്കും അത് ചെയ്യാൻ ഇഷ്ടമാവും തോന്നിയുകൊണ്ടാണ് അത് ഒരെണ്ണം വാങ്ങിക്കാമെന്ന് കരുതിയത്. അങ്ങനെ അത് വാങ്ങിച്ച് ഞങ്ങൾ മെട്രോയിൽ നിന്ന് അത്യാവശ്യം കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് പോന്നു. പിന്നെ വീട്ടിലെത്തിയിട്ട് രണ്ടാളും കൂടി അത് ഡെക്കറേറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവർ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടാണ് അത് ചെയ്തത്. പടം ടൈം കിട്ടുന്നതനുസരിച്ച് ഞാനത് ചെയ്യാറുണ്ട്. അതിനുശേഷം അന്ന് തന്നെ വൈകുന്നേരം ഞങ്ങളുടെ ഒരു ലേഡീസ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് പാർട്ടി ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ആയിരുന്നു. അതുപോലെ ഞങ്ങൾക്കൊരു സീക്രട്ട് സാൻഡയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും അന്ന് തന്നെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഒരു നല്ല ദിവസമായിരുന്നു. അത്യാവശ്യം കുറച്ച് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അത് നല്ലൊരു ദിവസമായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിലെ കുഞ്ഞാമയാണ് കേട്ടോ. അവളുടെ അത് പ്രഗ്നൻ്റ് ആക്കി തൊട്ട് കുഞ്ഞു ഞങ്ങളൊപ്പം തന്നെ ഞങ്ങളുടെ ബഹളമൊക്കെ കേട്ട് തന്നെ അവൾ വന്ന് ആക്ച്വലി ഫൈനൽ ഡേയിൽ ഞാനൊരു ക്രിസ്മസ് സാൻറ്റേനെ വരയ്ക്കാം. അപ്പോൾ ലാസ്റ്റ് ദിവസം എന്ത് വരയ്ക്കുന്ന ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ദിവസം ഒരു ക്രിസ്മസ് സാൻറ്റേനെ വരയ്ക്കാമെന്ന് വിചാരിച്ചു. അത് ഭംഗിയായിട്ട് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷേ അത് കൊള്ളായിരുന്നു കേട്ടോ. അത് ലാസ്റ്റ് ദിവസത്തെ 10th ഡേയിലെ പടാതായിരുന്നു. അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ആ പ്ലേലിസ്റ്റിൽ ലാസ്റ്റ് വരുന്നതാണ്. ഇഷ്ടമുള്ളവർക്കത് കാണാം കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ദിവസം എന്തെങ്കിലും കൂടി ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ചിബി വരയ്ക്കാൻ ഇഷ്ടമായി, ഈ കുഞ്ഞ് ഇല്ലസ്ട്രേഷൻസ്. അപ്പോൾ സാൻഡയുടെ ചെറിയൊരു ഇല്ലസ്ട്രേഷൻ കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിപ്പോൾ എൻ്റെ ആർട്ട് ക്ലാസ്സിലെ മക്കളുടെ ഫൈനൽ ഡേയിൽ ഞങ്ങൾ ആർട്ട് സെലിബ്രേഷൻ നമ്മുടെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ പാട്ടും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അന്ന് ക്രിസ്മസ് തീമിലൊക്കെ ഒരു പടമൊക്കെ അവരെ കൊണ്ട് വരപ്പിച്ചു. നല്ല രസമായിരുന്നു. കുട്ടികളൊക്കെ നല്ലപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അവർ ചെറിയ ചെറിയ പടങ്ങളൊക്കെ വരച്ചു. അവർക്ക് ഇഷ്ടമുള്ള പിന്നെ ചില കുട്ടികൾ പാട്ടൊക്കെ പാടി ക്രിസ്മസിൻ്റെ സോങ്ങും പിന്നെ ചെറിയ കഥകളൊക്കെ പറഞ്ഞു. നല്ലൊരു ദിവസമായിരുന്നു. അവർ വരച്ച പടം ഇങ്ങനെ കാണിക്കുകയാണ്. ക്രിസ്മസ് ഡേയുടെ അന്ന് ഞങ്ങൾ ജസ്റ്റ് ചർച്ച് സ്ട്രീറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്ന് പാരങ്ങളിൽ നിന്ന് ലഞ്ച് കഴിക്കാം എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു പ്ലാൻ. അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ.
അവിടെ ചെന്നിട്ട് ഒന്ന് ജസ്റ്റ് ചർച്ച് സ്ട്രീറ്റൊക്കെ ഒന്ന് കാണാം. പിന്നെ കുറച്ചുകൂടി ലൈറ്റിംഗ് ഒക്കെ നല്ല അടിപൊളിയായിരിക്കും. അപ്പം അതുകൂടിയൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ വരാം എന്ന് കരുതിയാണ് ഞങ്ങൾ ഇറങ്ങിയത് ക്രിസ്മസിൻ്റെ അന്ന് കേട്ടോ. ആക്ച്വലി പാരങ്ങളിൽ ചെന്നപ്പോഴത്തേക്കും ഒട്ടുക്കത്ത് തിരക്ക്. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ വെറുതെ അലമ്പാക്കേണ്ടത് കുറേ നേരം നിന്നിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് നടന്ന് വേറെ സ്ഥലത്ത് പോയിട്ട് കഴിച്ചിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും അവിടെ തന്നെ സൈഡിലായിട്ട് ചെറിയ മാലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഒരു ചെറിയൊരു മോതിരം ഞാൻ വാങ്ങിച്ചു മോൾക്ക് വേണ്ടി. പിന്നെ കുറച്ച് അല്ലാത്ത കുറച്ച് ഡ്രസ്സും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും വാങ്ങിയില്ല. ഞങ്ങൾ ജസ്റ്റ് കണ്ടിട്ടൊക്കെ ഇങ്ങനെ കണ്ട് വിൻഡോ ഷോപ്പിംഗ് നടത്തി പോകുന്നു. ചർച്ച് സീറ്റിൽ കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് കുറച്ച് ബുക്സൊക്കെ വാങ്ങി കേട്ടോ. അവിടെ ഒരു ബുക്ക് സ്റ്റോളുണ്ട്. സ്ഥിരമായിട്ട് അവിടെ പോകുമ്പോഴത്തേക്കും നല്ല ബുക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാറുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് 1-2 ബുക്സൊക്കെ വാങ്ങി ഞങ്ങൾ ഒത്തിരി സന്ധ്യ ആവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തിരിച്ച് പിന്നെ കുറച്ചുകൂടി കുറേ ലൈറ്റിംഗ് ഒക്കെ കാണാമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുവഴി ഞങ്ങൾ MG റോഡ് വഴിയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ചുറ്റുമൊക്കെ ഇഷ്ടംപോലെ ലൈറ്റിങ്ങും നല്ല ഭംഗിയായിട്ടൊക്കെ കടകളൊക്കെ അല്ലെങ്കിൽ ഫസ്റ്റിൽ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എത്തിയിട്ടില്ല. ഫോറം മാൾ കണ്ടപ്പോഴത്തേക്കും ഓർത്തു ആക്ച്വലി ഫോറം മാളിലേക്ക് പോയാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി കേട്ടോ. നല്ല രസമായിട്ട് സാന്റാക്ലോസിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല കൊച്ചിയിലെ കാർണിവലിൽ പപ്പാഞ്ഞിനെയൊക്കെ വെച്ച പോലെ ഭയങ്കര വലിയൊരു സാന്റ. പക്ഷെ അതിന് വ്യത്യാസം എന്ന് വെച്ചാൽ കളറ് ഇതല്ല, കളറ് വെച്ചിരിക്കുന്നത് ഒരു പർപ്പിൾ കളറിൽ കേട്ടോ. ലൈറ്റിംഗ് ഒക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഞങ്ങൾ അവിടെ കയറാൻ പറ്റിയില്ല. ഈ ലേറ്റ് ആയത് കാരണം പിന്നെ ഞങ്ങളങ്ങ് തിരിച്ചു പോകുന്നു വീട്ടിലേക്ക്.
ഇഷ്ടമില്ലേ? ഞാൻ ഫസ്റ്റിൽ കേട്ടോ ഇങ്ങനത്തെ ഒരു വെറൈറ്റി കാണുന്നത്, പക്ഷെ നല്ല ഭംഗി. ഇത്തവണത്തെ ടു ഡു ലിസ്റ്റ് ഇട്ട പോലെ 10 പടം വരയ്ക്കാനും പറ്റി, അത് അപ്ലോഡ് ചെയ്യാനും പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.